ഈ മുതലിനെ സ്വന്തം ഭാര്യയ്ക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയാ നാട്ടുകാർക്ക്. പി സരിൻ MBBS പരീക്ഷ പാസ്സായെങ്കിലും സിവിൽ സർവീസ് പരീക്ഷ പാസ്സായെങ്കിലും പക്ഷെ സത്യമല്ലേ? ഇനിയും സംശയം അവശേഷിക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസത്തെ ഈ വീഡിയോ കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാകും. പക്വതയില്ലായ്മയുടെയും മാധ്യമങ്ങളുടെ മുന്നിൽ നാട്ടുകാർ ശ്രദ്ധിക്കുമ്പോഴെങ്കിലും എങ്ങനെ പെരുമാറണം എന്ന സാമാന്യബോധം പോലും ഇല്ലാതെ ഒരുത്തൻ. പൊതുജനം പലവിധം എന്നാണല്ലോ പറയാറ്. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യവും പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയും നമ്മൾക്കിഷ്ടമുള്ള പോലെയും ആയിരിക്കണമെന്ന് വാശി പിടിക്കുവാൻ പറ്റുമോ? അത്തരക്കാർക്ക് പറ്റിയ പണിയാണോ രാഷ്ട്രീയം? പി സരിന്റെ സംസാരം അതിരുവിടുന്നു. ഈ സംസാരം മുന്നോട്ട് പോയാൽ അപകടമാകും എന്ന് മനസ്സിലാക്കി വിവേകമതിയായ സരിന്റെ ഭാര്യ നയത്തിൽ അനുനയിപ്പിക്കുവാനും മതിയെന്നും പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും വകവെക്കാതെയാണ് സരിൻ വാഗ്വാദം തുടർന്നത്. ഒടുവിൽ സഹികെട്ട് ഭാര്യ തന്നെ എഴുന്നേറ്റ് പോയി. സ്വന്തം ഭാര്യയ്ക്ക് പോലും സഹിക്കാൻ കഴിയാത്ത ഈ മുതലിനെ നാട്ടുകാർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? സരിന്റെ വർത്തമാനം കേട്ടാൽ കൈയില്ലാത്തവൻ പോലും ഏച്ചുവെച്ച് കെട്ടി അടി കൊടുക്കും. ആ വീഡിയോ ഒന്ന് കാണുക. BJP പ്രസിഡന്റും പറഞ്ഞതെന്ന് കുറച്ച് ഉളുപ്പ് വേണം മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ. ഉളുപ്പ് അല്ല, ഞാൻ മനസ്സ് കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനത് ചെയ്യും. ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിക്കുന്നു. ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുന്നു. ഇരട്ട വോട്ടിനെ ഒരു പത്രപ്രവർത്തകൻ ന്യായീകരിക്കുക. എന്നിട്ട് ഇത് തന്നെയാണ് വ്യാജ വോട്ടെന്ന് നമ്മളെ കൂടി ഇരവാദം പറഞ്ഞുകൊണ്ട് പറയുക. കാരണം അതങ്ങനെയാണ്. അത് അത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. അല്ല, വൈകാരികമായി പോകും. ഇത്രയും പത്രപ്രവർത്തകർ ഇരിക്കുമ്പോ രണ്ടുപേർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടെങ്കിൽ ഉണ്ടാക്കുന്ന ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതുമാണ്. ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതും തന്നെയാണ്. അല്ലെന്നേ ഇത്രയും അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ തന്റെ വ്യാജവോട്ടിനെ താങ്കൾ ന്യായീകരിച്ചില്ലേ? വ്യാജവോട്ടിനെ താങ്കൾ ന്യായീകരിച്ചു. അതിനെ ഞാൻ ചെയ്ത ഒതുമായിട്ട് താങ്കൾ സമീകരിച്ചു. വ്യാജവോട്ടിനെ ന്യായീകരിച്ചു താങ്കൾ. അല്ല, അതൊരു വാദമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു വാദമല്ല. നോക്കൂ, അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് മനസ്സിലാക്കണം. പിന്നെ കണ്ട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം? അതെ, വ്യാജ വോട്ടിനെ ന്യായീകരിച്ചൊരു പത്രപ്രവർത്തകനെ അങ്ങനെയല്ല. ഞാൻ വീണ്ടും പറയുന്നു, ആ വാദം അങ്ങനെ ഉന്നയിക്കുന്നത് ഉളുപ്പില്ലായ്മയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. ഇവിടെ ഇത്രയും പേര് കേട്ടിരുന്നതാണ്. ഇരട്ട വോട്ടുള്ള ഒരാളുടെ ന്യായീകരണത്തെ എന്റെ ന്യായീകരണവുമായിട്ട് എങ്ങനെയാണ് താങ്കൾ ഒരുമിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്, മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രിവിലേജ് പോലെ ഒരു വോട്ടർക്കുള്ള പ്രിവിലേജിനെ താങ്കൾ അധിക്ഷേപിച്ചു. ഇരട്ട വോട്ടുള്ളവരെ ന്യായീകരിച്ചു. താങ്കൾ എന്റെ വോട്ടർ എന്നുള്ള പ്രിവിലേജിനെ അധിക്ഷേപിച്ചില്ലേ? എന്റെ വോട്ടർ എന്നുള്ള പ്രിവിലേജിനെ താങ്കൾ അധിക്ഷേപിച്ചില്ലേ? സരിന്റെ ഭാര്യയുടെ ആ പക്വത കണ്ട് കുറെ കമ്മിക്കുട്ടന്മാർ അടക്കം പറഞ്ഞു, ഈ പ്രാർത്ഥനയെ എടുത്ത് കിണറ്റിലിട്ടിട്ട് നമുക്ക് ഇവരെ സ്ഥാനാർത്ഥിയായി കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന്. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് കരുതരുത്. ആ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ സംസാര രീതി ഒന്ന് കാണുക. മാപ്രകൾ എത്ര ചൊടിപ്പിച്ചാലും കൂട്ടം കൂടി നിന്ന് ആക്രമിച്ചാലും ചൊറിയുന്ന ചോദ്യങ്ങൾ ചോദിച്ചാലും എത്ര അക്ഷോഭ്യനായിയാണ് സരസമായിയാണ് പ്രതിയോഗികൾക്കിട്ട് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്നത്. പച്ചയ്ക്ക് തള്ളയ്ക്ക് വിളിച്ചാൽ പോലും കേൾക്കുന്നവർക്ക് രാഹുലിനോട് ഒരു അനിഷ്ടം തോന്നുകയില്ല. അങ്ങേക്ക് ഇതുവരെ വിശദീകരിക്കാൻ പറ്റില്ല എന്താ കൈരളി ചർച്ച നടത്തുന്നത്? അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അതിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. കൈരളി എന്താ ചർച്ച നടത്താത്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദ്യം അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. എന്ത് മറുപടി? ഇ.പി. ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യും. ശരി, നിങ്ങൾ ക്രോസ് വെക്ക്. നിങ്ങളുടെ ഒരു നേതാവിനെതിരെ ഒരു അസംബന്ധ ആരോപണം വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചർച്ച വെക്ക്. ഇ.പി. ജയരാജനെ പറ്റി ചർച്ച വെച്ചോന്നാ ചോദിക്കുന്നത്. ഇ.പി. ജയരാജന്റെ വിഷയത്തിൽ ചർച്ച വെച്ചോന്നാ എന്റെ ചോദ്യം. അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈരളി തീരുമാനിക്കും. കൈരളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം. അതിന് വള്ളി പോയി പറഞ്ഞാൽ മതി. എന്നാൽ സരിന്റെ ആ ഇരിപ്പ് കണ്ടാൽ പോലും വാരി തറയിലടിക്കാൻ തോന്നും എന്നാണ് ജനങ്ങൾ പറയുന്നത്. സത്യമല്ലേ? എത്താഞ്ഞിട്ടും തോട്ട് കെട്ടിപ്പിടിച്ചെടുത്ത് എളിയിൽ കയറ്റിവെച്ച ഐറ്റം കൊള്ളാം. ഇനി
ഇന്ന് കേട്ട വലിയൊരു തമാശ നമുക്ക് കേൾക്കാം. അബിൻ വർക്കിക്ക് കോപ്പിറൈറ്റ് ഉള്ള ഡയലോഗാണ് ഇത് കേട്ടോ. ഇവിടെ സ്ട്രൈക്ക് നടത്തിയെന്നൊക്കെ പറഞ്ഞ് കുറെ കൊട്ടത്തേങ്ങ കൊണ്ടുപോയി, നല്ല നാളികേരം ഞങ്ങളിങ്ങ് എടുത്തു, അതാണ് സംഭവിച്ചത്. കെ സുധാകരനും ഇന്ന് നല്ല ഫോമിലായിരുന്നു. മുഖ്യമന്ത്രി തന്നെ വന്നേക്കും, ചിലപ്പോ മുഖ്യമന്ത്രി തന്നെ വന്നേക്കും കോൺഗ്രസിലേക്ക്. കാരണം ഇവിടെ ഒന്നും ആരും ഇല്ലെന്നേ. നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, പിണറായിയുടെ വെറുപ്പീര് കലശലായതുകൊണ്ട് ഒരു പക്ഷേ ജനങ്ങൾക്ക് തോന്നിയതുമാകാം കോൺഗ്രസിന്റെ ഭാവി വളരെ ശോഭനമാണ്. കാരണം സന്ദീപ് വാര്യരെ പോലെ കാമ്പുള്ള ചെറുപ്പക്കാർ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് നല്ലൊരു സിംറ്റമാണ്. കേരളത്തിൽ ഏറ്റവും നല്ല യുവനിരയുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സംശയലേശമെന്നേ പറയാം UDF എന്ന്. എത്ര കഴിവുള്ള യുവനേതാക്കളാണ് ഇന്ന് UDFൽ. എന്നാൽ ഇടതുപക്ഷത്തിലേക്കും KJPയിലേക്കും പോകുന്നതെല്ലാം ഒന്നുകിൽ അണ്ണാൻ കടിച്ചതും വാവലി ചപ്പിയതും അതുമല്ലെങ്കിൽ കൊട്ടത്തേങ്ങ പരുവമായതും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രനാണ് കേരളത്തിലെ BJPയുടെ ശാപം. മുതുകാള പശുവിനെ മെനക്കെടുത്തുന്നു എന്ന് പണ്ടേതോ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്യുകയുമില്ല, ചെയ്യാൻ ആരെയും സമ്മതിക്കത്തുമില്ല. കഴിവുള്ളവരെയോ ജാതിയിൽ തന്നെക്കാൾ ഉയർന്നവരെയോ പൊങ്ങി വരുവാൻ സുരേന്ദ്രൻ ഒരിക്കലും സമ്മതിക്കില്ല. എങ്ങാനും വന്നാൽ അവനിട്ട് അറിഞ്ഞ് പണിഞ്ഞ് തോൽപ്പിക്കും. കണിച്ചുകുളങ്ങര സഖ്യം പൊളിക്കാതെ കേരളത്തിൽ BJP രക്ഷപ്പെടുകയില്ല. പാലക്കാട് C കൃഷ്ണകുമാർ വളരെ ജയസാധ്യതയുള്ള മിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ KJP കേരള ഘടകത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് അദ്ദേഹം തോൽക്കുവാൻ പോകുന്നത്. ഒന്ന്, തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിലുള്ള ചക്കുളത്തിപ്പോരും കുഴൽപ്പണ വിവാദവും BJPക്ക് ഉണ്ടാക്കിയ ഡാമേജ് ചെറുതൊന്നുമല്ല. രണ്ട്, ഒറ്റക്കൊമ്പൻ മോഡലിൽ ചെമ്പുകോപി വട്ടുമൂത്ത് നടത്തിയ പരാക്രമങ്ങൾ BJPയിലേക്ക് അടുത്തുകൊണ്ടിരുന്ന സാധാരണ ജനങ്ങളെ കൂടുതൽ അകറ്റി. സന്ദീപ് വാര്യരെ പോലെ തലയിൽ ആൾതാമസമുള്ള വിവരമുള്ള ആളുകളോട് സംവദിക്കുവാൻ കഴിവുള്ള BJPയുടെ വക്താവായ യുവനേതാവിനെ വെറുപ്പിച്ച് മനസ്സുമടുപ്പിച്ച് കൂടെ നിർത്തുവാൻ സാധിക്കാത്ത കോൺഗ്രസ് വാര്യരാക്കി മാറ്റിയ കണിച്ചുകുളങ്ങര സുരേന്ദ്രൻ ഒരു നിമിഷം പോലും സംസ്ഥാന അധ്യക്ഷ പദവിയിലിരിക്കുവാൻ യോഗ്യനല്ല. കുശുമ്പും കിങ് സൈസ് ഈഗോയുമായി നടക്കുന്ന കണിച്ചുകുളങ്ങര സുരേന്ദ്രൻ ആ പദവിയിലിരിക്കുവാൻ അർഹനല്ല. അതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വയനാട്ടിൽ കേന്ദ്രം യാതൊരു കാരണവശാലും സഹായിക്കില്ല എന്ന പ്രീതി ഉളവാക്കിയത് ജനങ്ങളെയാകെ BJPയിൽ നിന്നും അകറ്റിക്കളഞ്ഞു. ഇത്ര കിഴങ്ങന്മാരായതുകൊണ്ടല്ലേ ഇവർ ഈ സമയത്ത് ഈ പണി ചെയ്തത്. അതുപോലെ സ്ഥിരം ഇറക്കുന്ന നാറിയ വർഗീയ കളി മുനമ്പത്തും ഇറക്കുകയുണ്ടായി. കൂലിക്കെടുത്ത കുറെ ക്രിസംഗികളെയും വിശ്വാസികൾ തന്നെ വെറുക്കുന്ന അലവലാദികളായ കുറെ പള്ളിത്തന്തന്മാരെയും ഇറക്കി മുനമ്പത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയത് ഗുണത്തെക്കാളേറെ ദോഷവും ചെയ്തു. അത് കൃത്യമായ BJP ഫണ്ടിങ്ങോടുകൂടി നടത്തിയ ക്രിസംഗികളെ മുന്നിൽ നിർത്തിയുള്ള നാടകമായിരുന്നു എന്ന് ക്രൈസ്തവ സമൂഹത്തിനാകെ മനസ്സിലായി. BJP ഇനി കേരളത്തിൽ വെള്ളം കോരുന്നതിന് പകരം വേറെ ഏതെങ്കിലും സംസ്ഥാനം മാറ്റിപ്പിടിക്കുന്നതാണ് നല്ലത്. വെറുതെ ആ പണം കൂടി നഷ്ടപ്പെടും എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. കേരളത്തിൽ കാര്യമായി താമര വിരിഞ്ഞില്ലെങ്കിലും കാവറക്കി നടന്ന BJP നേതാക്കന്മാർ കോടീശ്വരന്മാരായി. നിങ്ങൾ പറ, സമീപകാലത്ത് ഒരു ഇലക്ഷൻ വന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരൊറ്റയാളുടെയെങ്കിലും പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരാളുടെയെങ്കിലും. ഒരു കത്തോലിക്കന് ഒരു ഗ്രാൻഡായി ഒരു ഉപമന്ത്രി സ്ഥാനം കൊടുത്ത് കത്തോലിക്കരുടെ പരിപാടികളിൽ അദ്ദേഹത്തെ വിട്ടാൽ ക്രൈസ്തവരുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തും എന്നാണ് BJP നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ജോർജ് ചൂണ്ടയിൽ കോർത്ത വെറും ഒരു വിര മാത്രമാണെന്ന് മനസ്സിലാക്കുവാനുള്ള കാര്യവിവരം മുണ്ണകളാണെങ്കിലും കേരളത്തിലെ കുഞ്ഞാടുകൾക്കുണ്ട് എന്ന് മറക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. നിർത്തുന്നതിന് മുമ്പ് അന്തംകമ്മികളോട് ഒരു വാക്ക്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ഈ സരിനെ, ഈ മുതലിനെ വെളിയിൽ ഇറക്കരുത്, ക്യാമറയുടെ മുന്നിൽ എത്തിക്കരുത്. വല്ല വീടുകൾ കയറുവാൻ പിടിച്ചോണ്ടോ എടുത്തോണ്ടോ പോവുക. ഇവനെ കണ്ടാൽ, ഇവൻ വാതുറന്നാൽ മൂത്ത കമ്മികൾ പോലും വോട്ട് ചെയ്യില്ല. ജാഗ്രത. കെട്ടിവെച്ച കാശെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.